സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് സുവിശേഷം പറയുകയാണ്, ഞാനിതാ മനുഷ്യരുടെ കൈകളിലേക്ക് കൊടുക്കപ്പെടുകയാണ്. അവരെന്നെ കൊല്ലും, എന്നാൽ എന്നെ അവൻ ഉയർപ്പിക്കും. സ്നേഹമുള്ള സഹോദര സഹോദരി, ഈശോയെ ഇന്നും കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന ആരാണെന്നറിയാമോ? ലോകത്തിൽ വസിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെ കൺട്രോളിൽ ലോകത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർ ക്രിസ്തുവിനെ കൊല്ലുവാൻ ഇന്നും ശ്രമിക്കുകയാണ്. ഞാൻ ഈശോയെ സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ ഈശോയെ അത്രമാത്രം കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നാണ്. ഞാൻ ദൈവ മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാവുക, എൻ്റെ ജീവിതത്തിൽ വചന വായനയുണ്ടാവുക, എൻ്റെ ജീവിതത്തിൽ കുദാശകളുമായി ബന്ധമുണ്ടാവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് മനസ്തപിക്കാൻ സാധിക്കുക, എനിക്ക് പാപങ്ങൾ ഏറ്റുപറയുവാൻ സാധിക്കുക, പരിശുദ്ധാത്മ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുക. അതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ ഈശോയെ എന്നിൽ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ ഈശോയുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെയുള്ളൊരു ജീവിതം വലിയ ആനന്ദം നൽകും കേട്ടോ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.